ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് ലാബ് ബൈ അപ്പു. അപ്പോൾ ഈ കാണുന്ന അടിപൊളി ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വ്ളോഗാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നല്ല മടിയുള്ള ആളായതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോസിൻ്റെ നമ്പേഴ്സൊക്കെ നല്ല കുറവായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു ഹൈനെക്കായിട്ടുള്ള ഹൈനെക്ക് വിത്ത് കോളറാണ് കേട്ടോ. അപ്പോൾ ഈ ഹൈനെക്കിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആണ്, ബിക്കോസ് അതിലൊരു നെറ്റാണ്. ആ നെറ്റിൻ്റെ ലെങ്ത്ത് കുറച്ചങ്ങ് കൂടിപ്പോയി. അപ്പോൾ അവളത് വേണ്ടാന്ന് പറയും. പക്ഷെ പൈസ കൊടുത്ത് പോവുകയും ചെയ്തു. അതിന് എനിക്ക് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറയ്ക്കാന്നുള്ള തന്ത്രപ്പാടിലാണ് ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയതാണ് ഞാൻ. പക്ഷേ എന്താ, നല്ല ബുദ്ധിമുട്ടാണ്. വിചാരിച്ച അത്ര സിമ്പിളല്ല അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തട്ടിമുട്ടിയൊക്കെ ഒപ്പിച്ചു. അങ്ങനെ ആ പരിപാടികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് നോക്കി, എങ്ങനെ എന്തൊക്കെ വേണം എന്നുള്ളത്. നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുളമായിട്ടുണ്ട് വരച്ചത് ഫുള്ള്. പക്ഷേ എനിക്ക് എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പഫ് സ്ലീവ്, പിന്നെ ഫ്രണ്ടിൽ കുറേ ഞൊറിവുകൾ വേണം. ആ ഞൊറിവുകളുടെ സെൻറ്ററിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് ഹാങ്ങിങ് വേണം. അതാണ് ഒരു വള്ളി ഫ്രണ്ടിൽ വെച്ചത്. പിന്നെ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കടന്നു. കട്ടിങ്ങിൽ ഞാൻ ജസ്റ്റ് അളവുകളൊന്നും പറയുന്നേ ഇല്ല. അതിൽ നിങ്ങളുടേതായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഡയമണ്ട് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് മുകൾ ഭാഗത്ത് സ്ക്വയറും താഴോട്ട് വരുമ്പോൾ വി പോലെ ആയിട്ടുള്ളത്. പിന്നെ ആം ഹോളൊക്കെ നിങ്ങളുടെ അതേ മാർക്കിങ്ങിൽ മാർക്ക് ചെയ്യുക. ആകെ ഡിഫറൻറ്റ് സാധാരണ ക്രോപ്പ് ടോപ്പിന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് അതിന് ഡബിൾ എടുക്കുക. അതായത് 15 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ ഒരു 30 ഇഞ്ചാക്കി എടുക്കുക. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഞാൻ ഇത്ര ഡബിളാക്കി എടുത്തിട്ടുള്ളൂ. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ബാക്ക് നെക്ക് സാധാ റൗണ്ട് നെക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നെക്ക് കട്ട് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ എത്രയാണോ കട്ട് ചെയ്യുന്നത് അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ 5 ഇഞ്ചാണ് യൂഷ്വലി കട്ട് ചെയ്യാറുള്ളതെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചാക്കി കട്ട് ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മുടെ ഡയമണ്ട് നെക്ക്. 1 ഇഞ്ച് കൂട്ടി അങ്ങ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ പറയുന്നത്, ഈ നെക്ക് നമ്മൾ കറക്റ്റ് മറിച്ചെടുക്കുക. അതായത് നെക്ക് ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഡയമണ്ട് ഷേപ്പിലുള്ള നെക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സെയിം ക്ലോത്ത് വെച്ചിട്ട് പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇന്ത്യയിൽ മിക്കപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല, ബിക്കോസ് ഓഫ് എക്കണോമിക് റീസൺസ്. ഇവിടെ എന്നും മാക്സിമം ചിലവ് ചുരുക്കലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ എന്നും പറഞ്ഞ ഡയലോഗ് ഇന്ന് പറഞ്ഞില്ലല്ലോ, ഇത് ആ ക്ലോത്തിൻ്റെ ബാക്കിയാണ്, അത് ഈ ക്ലോത്തിൻ്റെ ബാക്കിയാണെന്ന്. യെസ്, ഇതും അങ്ങനെ ഒരു ബാക്കിയാണ് ഗൈസ്. ഇതൊരു ചുരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി കഷ്ണമാണ്. അത് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതാണ്, എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ എന്തായാലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലോ, ഇനി ഇത് വെറുതെ ഇരുന്ന് നാശാവേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പോഴെങ്കിലും എടുത്തത്. അതായത് ഇപ്പോൾ എടുത്തു വെക്കുന്ന ക്ലോത്തുകളൊക്കെ അടുത്ത 2 വർഷത്തിനുള്ളിലായിരിക്കും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡയമണ്ട് നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് മാങ്ങ കൊണ്ടുവച്ചിരുന്നു. അതെടുത്ത് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ചെത്തിൽ പിന്നെ ഞാൻ ചെത്തുന്നതൊക്കെ അങ്ങ് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ചെത്താൻ അറിയാത്തത് ഫുള്ള് ഇതിൽ കാണാനുണ്ട്. മൂർച്ച ഒട്ടുമില്ലാത്തൊരു കത്തി കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വൈകുന്നേരം അമ്മ വന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ തുടങ്ങിയില്ലേ, അതിന് അടുക്കളയിൽ കയറണോ എന്നാലേ അതറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാനതങ്ങ് മൈൻഡാക്കിയില്ല. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയാണ് കേട്ടോ. എന്നിട്ട് കൂടി അതിൽ കേടുകളുണ്ട്. പിന്നെ ഞാൻ അതൊന്നും മൈൻഡാക്കിയില്ല. കേടുള്ള ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി അങ്ങ് കഴിച്ചു ഗൈസ്. പിന്നെ ഇതൊക്കെ കഴിക്കാൻ വാങ്ങിക്കുന്നത് തന്നെയല്ലേ. പിന്നെ വിശപ്പിൻ്റെ അസുഖം നമുക്ക് പണ്ടേ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് പൊതുവെ ഞാൻ അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല. അതങ്ങനെയാണ്. പിന്നെ ഹോസ്റ്റൽ ഫുഡായിരുന്നപ്പോൾ നമുക്കറിയാമല്ലോ, ഹോസ്റ്റലിലെ ഫുഡുമായിട്ട് നമുക്ക് അത്രയ്ക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് മാറിക്കിട്ടി. വീട്ടിലൊന്നിപ്പോൾ എന്താ 2 മാസം ഇരുന്ന് ഫുള്ള് വീട്ടിലെ ഫുഡ് കഴിച്ച് അത്യാവശ്യം നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് കുറയ്ക്കാന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ തല ഇറങ്ങുന്നത്. ഇനി അത് അടുത്ത ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് പോകുമ്പോഴേക്കും മാറിക്കോളുമായിരിക്കും. ഇനി നമ്മൾക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിൽ അവിടെ 1 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ, അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു 2 ഇഞ്ച് വീതിയിൽ, 2 ഇഞ്ച് വീതി പറയുമ്പോൾ 2.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് 2 ഭാഗത്തേക്കും വേണം കേട്ടോ, കാരണം നമ്മൾ ഫ്രണ്ടിൽ ഫ്രില്ല് പോലെ വെച്ചില്ലേ, അതാണിത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തിന്നായിട്ടുള്ള ഒരു വള്ളി കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 പോർഷൻസ്, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നെക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷനും, പിന്നെ 2ലേക്കും സെപ്പറേറ്റ് ഭയങ്കര തിന്നായ രീതിയിൽ ഇങ്ങനെ ഒരു വള്ളി കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഇതിങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അതായത് നെക്കിൻ്റെ ഇവിടെ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വെക്കാം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ വെച്ചും നോക്കിയിട്ടോ, അത് വേറെ കാര്യം.
ബട്ട് അതിലേക്ക് ആ വള്ളി ഇടുമ്പോൾ അതൊരു ഭംഗി കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്താക്കി അത് ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. അത്യാവശ്യം അധികം ലെങ്ത്തിൽ തന്നെ ഞാനത് ചെയ്തിരുന്നു. അതുകൊണ്ട് ഫ്രില്ലാക്കാനും പറ്റി. ആദ്യം നമ്മൾ അവിടെ കൂടെ ഒരു ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് വലിച്ച് നമ്മൾക്ക് എത്രയാണോ ഇവിടെ ലെങ്ത്ത് വേണ്ടത് അത്രത്തോളം ഫ്രില്ലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഏകദേശം നിങ്ങൾ എത്രയാണോ അങ്ങോട്ട് താഴോട്ടുള്ള കോണ് അതിൻ്റെ ഡബിൾ ലെങ്ത്തിൽ ആ ക്ലോത്ത് എടുത്താൽ മതി. ഇപ്പോൾ താഴോട്ട് ആ കഴുത്തിൻ്റെ താഴെ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു 5 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ച് എടുത്തിട്ട് ഇതിങ്ങനെ ഒരു ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ച് വലിച്ചെടുത്തിട്ട് വലിക്കുമ്പോൾ നമുക്കിങ്ങനെ ഫ്രില്ലുകൾ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അത് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു പോർഷൻ വിടണം കേട്ടോ. കാരണം ആ വള്ളി അവിടെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ചെറിയ പോർഷൻ. പിന്നെ പറയുന്നത് അടുത്തത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒരു ലോങ് സ്റ്റിച്ച് ചെയ്യണം. അതായത് നമ്മളുടെ വി പോർഷൻ്റെ താഴോട്ട് മൊത്തം ലെങ്ത്ത് വരെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ലോങ് സ്റ്റിച്ച് നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അവിടെയും ഇങ്ങനെ ജസ്റ്റ് ഞൊറിവുകൾ വന്നിട്ടുണ്ട്. ഇനി ആ ഞൊറിവുകളിലൂടെ നമ്മളിപ്പോൾ ഈ നൂല് വലിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ നമ്മളൊരു കറക്റ്റായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നൂല് വലിച്ച് ഇതിൻ്റെ ഞൊറിവുകൾ ഉണ്ടാക്കുന്നില്ലേ, ആ ഞൊറിവുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മളുടെ ടോപ്പിന് എത്ര ലെങ്ത്താണോ വേണ്ടത്, അതായത് 15 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 15 ഇഞ്ച് വരെ നമ്മളത് വലിച്ച് ഞൊറിവുകളാക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതൽ വലിച്ചാൽ ടോപ്പിൻ്റെ ഇറക്കം കുറഞ്ഞു പോകും. നോട്ട് എ പോയിൻറ്റ്, ഇറക്കം കുറയ്ക്കാൻ നിൽക്കരുത്. അതിനുശേഷം നമ്മൾ ഈ ഞൊറിവുകളൊക്കെ വലിച്ച് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഞാനൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. സെയിം ക്ലോത്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനത്തെ ഒരു പടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് പ്ലെയിൻ ആക്കി ഇടാനാണ് വിചാരിച്ചിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വല്ല ഷോ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഭംഗി കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മളിട്ട് ഈ ഗ്യാദേഴ്സ് സൈഡിലേക്കും അത് നീങ്ങിപ്പോകാത്ത രീതിയിൽ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഈ പടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിലുള്ള ബോർഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഞൊറിവുകൾ നേരെ വലിച്ച് വെച്ചിട്ട് സൈഡിലും അത് തെന്നി മാറാതെ കറക്റ്റ് ആ ഞൊറിവുകൾ അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ബാക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ഓൾറെഡി കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു. പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെയാണ്. അത് നമ്മളിങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുക. പിന്നെ ഈ ബാക്ക് പോർഷനിൽ ഞൊറിവുകൾ വേണ്ട കേട്ടോ. അതായത് നമ്മൾ ഇരട്ടി ലെങ്ത്ത് എടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ആദ്യം ഞാൻ അങ്ങനെ ഞൊറിവുകൾ ഇട്ട് തന്നെ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അതാണിപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഞൊറിവുകൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല ബോറായി തോന്നിയതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അതിൻ്റെ മെത്തേഡുകളൊക്കെ നമ്മളുടെ ഇതിന് മുന്നുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ കാണുക. അതിന് ശേഷം നമ്മളുടെ സ്ലീവ് ആണ് കേട്ടോ. സ്ലീവിന് ഒരു 3 to 5 ഗ്യാദേഴ്സ് അതിൻ്റെ സെൻട്രൽ പോർഷന് മാറുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞൊറിവുകൾ വെക്കുന്നത്. പിന്നെ ഇതിനാകെ ബാക്കിയുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ വണ്ണം ജസ്റ്റ് കൂട്ടിയെടുക്കുക നിങ്ങളുടെ അളവിനനുസരിച്ച്. ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഷേപ്പ് ആക്കാൻ നിൽക്കരുത്. പിന്നെ നമ്മളുടെ നേരത്തെ വള്ളി വെച്ചതിന് താഴേക്ക് ഒന്നും നമ്മൾ ചെയ്യാതിരുന്നുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കുഞ്ഞി തലയണകൾ ഉണ്ടാക്കി. അതായത് ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ തുണി കൊണ്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് അതാണ് ഈ വള്ളിയുടെ അടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. എന്നോട് ഈ കറങ്ങ് എന്ന് പറയുന്നതാണ് കേട്ടോ എൻ്റെ ചേച്ചി. ജസ്റ്റ് കറങ്ങി ഞാൻ മടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ മറന്നു വീഡിയോൻ്റെ ഇടയിൽ. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം.